കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14-12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് തന്നെ ക്ഷണിച്ചവനോട് യേശു പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ തിരുസഭയിൽ അനുസ്മരിക്കുന്ന വിശുദ്ധനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സാധാരണ ഒരു ചിന്താഗതി വിടാനും ദൈവത്തെ അറിഞ്ഞവരെ പോലെ ചിന്തിച്ചും പ്രവർത്തിച്ചും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇവിടെ ഞാനൊരു പാർട്ടിക്ക് പോയി, 40 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം, ഇവിടെ ഫാമിലി മാത്രം ഗ്യാദർ ചെയ്യുന്നുള്ളൂ, ഫാമിലി മാത്രം, വേറെ ആരെയും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 10-40 പേരെ ഒതുങ്ങിപ്പോയത്. ആ പാർട്ടിക്ക് അവിടെ മുടന്തരോ വികലാംഗരോ ദരിദ്രരോ ആരുമില്ലായിരുന്നു. ഹൈ ക്ലാസ് പാർട്ടി. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതിൽ പങ്കെടുത്തവർ അവരുടെ വീട്ടിലൊരു പാർട്ടി വെച്ചാൽ ഉറപ്പായിട്ടും ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്നവരെയൊക്കെ ക്ഷണിക്കും. ഈ പാർട്ടിക്ക് ക്ഷണിച്ചവരെ നിശ്ചയമായിട്ടും അവർ ക്ഷണിച്ചിരിക്കും. അപ്പോൾ നമുക്കവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അധികമായിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പകരം ആ മനുഷ്യൻ ചെയ്തതുപോലെ യേശുവിനെ ക്ഷണിക്കുക. അവൻ യേശുവിനെ ക്ഷണിച്ചു. യേശു തിരിച്ച് അവനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. യേശുവിനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവനെ ക്ഷണിച്ചു. യേശു ചെന്നു. ആ ഒരു ഭവനം അതിലൂടെ യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ രക്ഷ പ്രാപിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന വിരുന്നിനേക്കാൾ, കൊടുക്കുന്ന വിരുന്നിനേക്കാൾ, പാർട്ടി നടത്തി നടക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്വർഗീയമായ വിരുന്ന്. സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് നൽകുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും യേശുവിനെ ഓരോ ബലിയിലും ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ആ ഒരു രക്ഷയുടെ അനുഭവം, ആ അനുഭവത്തിൽ നിലനിൽക്കുക, ഇതൊക്കെയാണ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അല്ല കുറേ പാർട്ടിയും ടൂറും ഒക്കെ നടത്തി തിന്ന് കുടിച്ച് ആർമാദിച്ച് നടക്കുന്നതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതല്ല നമ്മെ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതൊന്നുമില്ല. ഇന്നത്തെ സഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ മാർട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാർട്ടിൻ ദി പോറസ്. അധികം താമസിയാതെ നമുക്ക് മാർട്ടിൻ ഓഫ് ടൂഴ്സ്, അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. 2 വിശുദ്ധരാണ്. ഇനി മാർട്ടിൻ ദി പോറസ്, അദ്ദേഹത്തിന് നമ്മളെപ്പോലെ വലിയ പാരമ്പര്യം പറയാനോ അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ ഭക്തരായി ജീവിച്ച് വിവാഹിതരായി മക്കളുണ്ടായി അങ്ങനെ വളർന്നു വന്ന് ഒരു വിശുദ്ധനായി എന്ന് പറയാനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഈ മാർട്ടിൻ ദി പോറസിൻ്റെ ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പൻ അജ്ഞാതൻ, ആരാന്നറിയത്തില്ല. ഇനി അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പിള്ളേർ വഴിപഴച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മളും പറയാറുള്ളതാണ്, നമ്മളും ചിന്തിക്കാറുള്ളതാണ്. പക്ഷെ നോക്കിയാൽ ഈ മനുഷ്യൻ വിശുദ്ധനായി മാറി. കാരണം അമ്മ ഇവരെ ഭക്തിയിലും പ്രാർത്ഥനയിലും വളർത്തിയത് കൊണ്ട് മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടായി. വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഉഭവി, രണ്ടാമത്തേത്
എളിമ, മൂന്നാമത്തേത് പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾക്ക് അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ മാർട്ടിൻ. ഇതിന് പാരമ്പര്യമൊന്നും വേണമെന്നില്ല, ഇതിന് വലിയ മഹത്വം, കുടുംബ മഹത്വം ഒന്നും നമുക്ക് വേണമെന്നില്ല. അതില്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആർജിക്കാൻ പറ്റും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം നല്ല വിദ്യാഭ്യാസം സ്വീകരിച്ചു, അതിനേക്കാൾ ഉപരി പുണ്യങ്ങൾ അഭ്യസിച്ചു. അദ്ദേഹത്തിന് ഒരു ഡോക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഒരു സാഹചര്യം നന്നായിട്ട് രോഗികളെ ശുശ്രൂഷിക്കാൻ പ്രയോജനപ്പെടുത്തും. അദ്ദേഹത്തിന് വർണ്ണവ്യത്യാസം, ജാതി വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. അതൊന്നുമില്ലാതെ സഹായം വേണ്ട എല്ലാവർക്കും വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹം ഈ ബ്ലാക്ക് ജനതയ്ക്ക് വേണ്ടി അവരുടെ ഇടയിൽ ഒരുപാട് അവർക്ക് ആശ്വാസവും പകരാനും ദൈവിക ജ്ഞാനം കൊടുക്കാനും ദൈവാനുഭവത്തിലേക്ക് അവരെ നയിക്കാനുമൊക്കെ അക്ഷീണം, രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിലെ പറയുന്നൊരു കാര്യം ഇതാണ്: ഈ ദൈവകൃപ ലഭിച്ചവരിൽ നിന്നും ദൈവകൃപ പിൻവലിച്ചെന്ന് വരത്തില്ല. ദൈവകൃപ ലഭിച്ച ഒരു കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ വ്യക്തികൾ, അല്ലെങ്കിൽ അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ടാകാം. ദൈവം അവരെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുത്തിയാലും ദൈവം ചിലപ്പോൾ അവരുടെ വരങ്ങൾ പിൻവലിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വേണമെങ്കിൽ ഞാൻ കാര്യച്ചൻ നിങ്ങളെ ഒരു പാപപ്രവൃത്തിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, അയ്യോ അത് അച്ഛനല്ലേ, അച്ഛനെ വഴി എത്രയോ പേർക്ക് സൗഖ്യവും അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അച്ഛന് ദുരുദ്ദേശമൊന്നും ഉണ്ടാകില്ല, അങ്ങനെ ചിന്തിച്ച് പോകരുത്. നമ്മൾ ചില സാഹചര്യങ്ങളൊക്കെ അത് മണത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും, ഇത് പ്രാർത്ഥനയ്ക്കുള്ളതല്ല, ആത്മീയ നന്മയ്ക്കുള്ളതല്ല, ഇത് പാപപ്രവർത്തിക്കുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും പോകരുത്. അവർ നേരത്തെ ജീവിച്ചിരുന്ന ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇത് ന്യായീകരിക്കേണ്ടത്. പാപപ്രവർത്തിക്ക് ആര് ക്ഷണിച്ചാലും അത് പാപപ്രവർത്തിയാണ്, അവർ പോകരുത്. ഇനി അവിടെ വരങ്ങളുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നാ സംശയിക്കാനാണ്, അങ്ങനെ വിചാരിക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യ വായന നമുക്ക് തരുന്ന ഒരു സന്ദേശം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ വരദാനങ്ങളുടെ പുറകെ ഓടുന്നതിനേക്കാൾ ഇരുന്ന് പ്രാർത്ഥിച്ച് വിവേകത്തിൻ്റെ വരം നമ്മൾ സ്വന്തമാക്കണം. ഇനി അത് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ വരദാനങ്ങളുള്ളവരുടെ പുറകെ ഓടുന്ന എന്തിനാ? എളുപ്പ വഴിയിൽ കാര്യം നടക്കാൻ വേണ്ടി. അവരെ കണ്ടാൽ, അവർ തൊട്ടാൽ, അവർ പ്രാർത്ഥിച്ചാൽ നമ്മൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് കാര്യം നടന്നേക്കാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേകപൂർവ്വം നമ്മൾ ജീവിക്കുക. ആരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് വന്നാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് ശരി, ആ ശരിയിലെത്താൻ ഏതാണ് മാർഗം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വിവേകമാണ്. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചാൽ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. ഈ കാര്യം പഠിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ മാർട്ടിൻ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മളും ഇതുപോലെ വിവേകപൂർവ്വം ജീവിക്കാൻ, വിശുദ്ധരായി ജീവിക്കാൻ, ഉപവിയുടെ ദൈവമക്കളായി മാറുവാൻ, അതിലൂടെ സ്വർഗത്തിന് അർഹരാകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.